ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എല്ലാവരും ഫുള്ളിരുന്ന് കാണണം. കുറേ കോമഡിയും കുറേ സംഭവങ്ങളൊക്കെ ഇന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അത് കണ്ടോ ഗീസ്, ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പരിപാടി ഇത് തന്നെയാണ്. മൊത്തം വെള്ളക്കെട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഞാൻ എടുത്ത വീഡിയോയേ അല്ല, ഇതെല്ലാം ഉമ്മ എടുത്തതാണ്. സ്കൂളില്ലാത്തതുകൊണ്ട് ഞാൻ പൂത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. കണ്ട ഒരു ദക്ഷണം വെച്ചത് ഉറങ്ങുകയാണ്. നൈഹാമ മഴയാണോ വെയിലാണോ എന്നൊക്കെ ജനൽ മാറ്റി, ഈ ഒരു ജനലിലെ കർട്ടൻ മാറ്റി നോക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ആസ്തറ്റിക്കും ഭയങ്കര കോസി ആയിട്ടുള്ള വീടാണെന്ന്. ചുമ്മാ ചായ ഇടുന്ന സമയത്ത് അവിടെ കൊണ്ടുവന്നെടുത്ത ചായ വരുന്ന പുകയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതപ്പുറത്തെ വീടാണ്. എന്തിനാണ് ഇത് എടുത്തതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ചായ പൊങ്ങി വരുന്നുണ്ട്. നമ്മളിങ്ങനെ തിളപ്പിച്ചിട്ടേ ആ മറ്റേ തേയിലെടുത്തുള്ളൂ, എന്നാലേ ഒരു സുഖമുള്ളൂ ഗൈസ്. നമ്മൾ കറക്റ്റ് ഉമ്മ ഇല്ലാത്ത സമയത്ത് തന്നെ ചായ തിളച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ ഓടി വന്ന് ഓഫ് ചെയ്ത്. ഞാൻ മിനിഞ്ഞാന്ന് ഒരു സ്ഥലം വരെ പോയപ്പോഴത്തേക്കും കുറച്ച് മീൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. എൻ്റെ അമ്മോദേ, ഈ ഒരു ഗപ്പിയുടെ ഫീമെയിൽ അവിടെ ഉണ്ട്. ഗപ്പിയും അതുപോലെ തന്നെ ആ ഒരു ടെട്രയാണ് കേട്ടോ. സൂപ്പറാണ് കേട്ടോ. പക്ഷേ ടെട്രയ്ക്ക് കുറച്ച് ലൈറ്റൊക്കെ വെച്ച് കൊടുത്താലേ രസമുള്ളൂ. പിന്നെ വൈകിട്ട് കുത്തിയിരുന്ന് ബോറടിച്ചപ്പോഴത്തേക്കും നമ്മൾ നേരെ വെളിയിലോട്ട് ഇറങ്ങി. ആർക്കാണ് ഈ വെളിയിലോട്ടൊക്കെ പോയി ഇഷ്ടമില്ലാത്ത? എപ്പോഴും വീടിൻ്റെ അകത്ത് 4 ചുവരുകൾക്കുള്ളിൽ ഇരിക്കുമ്പോൾ എന്തായാലും എല്ലാവർക്കും ബോറടിക്കും. അപ്പോൾ ഇടയ്ക്കിടെ കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും നമ്മൾ ചുമ്മാ മാളിലൊക്കെ പോയി കറങ്ങിയിട്ട് വരിക. നമുക്ക് അതൊന്നും നോക്കാൻ വേണ്ടി പൈസ കൊടുക്കണ്ടല്ലോ. പിന്നെ നൈഹാമ എഴുതി നമ്മൾ നേരെ അങ്ങ് പോവാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ ഇത് എങ്ങോട്ടാണ് നോക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് കേസ്, അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരി അവിടെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഷോ കാണിച്ച് നിൽക്കുന്നത്. ആ കാറിൽ അവരെങ്ങോട്ടോ പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ എന്നെ കൈസ് അവർ മറ്റേ നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഒരു പെട്ടിയും കൊണ്ട് പോകത്തില്ലേ സാധനങ്ങളൊക്കെ വയ്ക്കാം, അതുപോലെ ആ പെട്ടിയെ പോലെയാണ് കൈസ് അവരെന്നെ കാണുന്നത്. എപ്പോഴും എൻ്റെ ഓരോ സാധനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ MOTയിലെത്തി, മാൾ ഓഫ് ട്രാവൻകൂർ. അവിടെ മെക്ഡൊണാൾഡ്സിൽ നിന്ന് തന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഐസ്ക്രീം കഴിക്കും. എന്തൊക്കെയോ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ അതൊക്കെ എടുത്ത് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ച്. അപ്പോൾ 2 or 3 ഫ്ലേവർ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഓറിയോയുടെ വാനില വാങ്ങിച്ച്, പിന്നെ ഉമ്മ മാംഗോ വാങ്ങിച്ച്. നൈഹാമയാണെങ്കിൽ ഒരു മൂലക്കിരുന്ന് ഫുള്ള് കഴിക്കുകയാണ്. പിന്നെ നമ്മൾ മിനിസോയിൽ കയറി. ഞാൻ ഇതുവരെ മിനിസോയിൽ കയറിയിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ തൊട്ടാ വില കൊടുക്കണം. ഞാൻ ഈ ഒരു കുപ്പി എടുത്ത് നോക്കി 400 രൂപ എങ്ങാണ്ട്. പിന്നെ കുറേ കീച്ചേണൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ കീച്ചേണ് 300 രൂപ. ഉമ്മച്ചിയെ വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ എന്നൊരു വിളിയാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്. ഈ പാവയുടെ നൂലിന് തന്നെ 10,000 രൂപ വിലയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചുമ്മാ നോക്കി. അടുത്ത് നോക്കുമ്പോൾ തന്നെ കണ്ണ് തള്ളി പോവുക കേട്ടോ. മിനീസോടെ തൊട്ട് പുറത്താണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ബോയും ക്യൂട്ടായിട്ടുള്ള ലാംപ്സൊക്കെ ഉണ്ടായിരുന്നു. 100 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ വാങ്ങിച്ചില്ല. കാരണം നേരെ സാധനങ്ങൾ വെക്കാൻ ടേബിൾ പോലും എൻ്റെ റൂമിലില്ല. പിന്നെ ടേബിൾ ലാമ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഗൈസ്? ചുമ്മാ ബെഡിൽ വെച്ചുകൊണ്ട് കിടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഉമ്മക്ക് അതിമോഹം വന്ന് കമ്മൽ വാങ്ങിക്കണം. അങ്ങനെ അവിടെ പോയി തൊട്ട് നോക്കിയിട്ട് ഒന്നും ചേരുന്നില്ല. അതുകൊണ്ട് നേരെ അപ്പുറത്തെ സ്റ്റുഡിയോയിലോട്ട് കയറി. കുറേ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. വലിയ കളക്ഷനൊന്നും ഇല്ല കേട്ടോ. പിന്നെ നൈഹാമക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയിരുന്നു. എനിക്ക് ഡ്രസ്സ് എടുത്ത് തരാത്തതിൻ്റെ പണക്കമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. എനിക്ക് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എടുത്തു തന്നില്ല. അതിൻ്റെ പണക്കമാണ്. ഞാൻ പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങണവരെ പണങ്ങിയിരുന്നു. നമ്മളങ്ങനെയൊക്കെ പണങ്ങിയിരുന്നാലേ കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റും. അങ്ങനെ നൈഹാമയുടെ ഉടുപ്പിൽ ചായ ആയിരുന്നു. അതുകൊണ്ടാണ് നൈഹാമക്ക് മറ്റേ ഉടുപ്പ് വാങ്ങിക്കാൻ കയറിയത്. അങ്ങനെ നൈഹാമക്ക് ഉടുപ്പൊക്കെ മാറ്റി കേട്ടോ. അങ്ങനെ അവിടെ കുറേ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ട്രെൻഡ്സാണ്. സ്റ്റുഡിയോയിൽ നിന്ന് പെട്ടെന്ന് ട്രെൻഡ്സിലേക്ക് ചാടി വന്നതാണ്. പിന്നെ എന്തായാലും വിശപ്പടിച്ചുകൊണ്ട് നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് കയറി വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു സന്തോഷമായത് ഗീസ്. നമ്മളെപ്പോഴും ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഫുഡിലേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്തെങ്കിലും കോണിൻ്റെ സാധനം വാങ്ങിച്ചിരുന്നു. എനിക്ക് സത്യം പറഞ്ഞത് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ വാങ്ങിച്ച് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 2-3 ഭാഗം കഴിച്ചിട്ടാണ് ഗീസ് അവർക്ക് കൊടുത്തത്. ഞാൻ അവിടെ വേറൊരു സാധനം വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെയിറ്റിംഗ് ആണ്. നൈഹാമായി വെയിറ്റിംഗ് ആണ് എല്ലാവരുടെയും ഒന്ന് കഴിയിട്ട് വരാൻ. ഇതാണ് ഗീസ് ഞാൻ പറഞ്ഞത്. എൻ്റെ അമ്മ ഞാൻ ആദ്യമായിട്ടാണ് ട്വിസ്റ്റഡ് പൊട്ടറ്റോ കഴിക്കുന്നത്. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ എൻ്റെ വായിലിങ്ങനെ വെള്ളം വരുമായിരുന്നു. ഇനി അവിടെ പോയി കഴിക്കണമെന്നുണ്ട്. നമുക്ക് 3 പേര് വീതിച്ച് കഴിച്ചിട്ട് നമ്മൾ 3 പേർക്ക് വയറ് നിറഞ്ഞില്ല. അതുകൊണ്ട് നൈഹാമായി കുറച്ച് നേരം കളിപ്പിച്ചിട്ട് നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ള രീതിയായിരുന്നു. നൈഹായാണെങ്കിൽ വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ നോക്കി ചിരിയായിരുന്നു കേട്ടോ. പിന്നെ ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു ബേൽപൂരിയോ അങ്ങനെ എന്തൊരു ഒരു പൂരിയും പിന്നെ സോഡാ ലൈമും മച്ചി അത് കഴിച്ചപ്പോൾ ഏകദേശം വയറ് നിറഞ്ഞു. അപ്പോൾ വീണ്ടും വയറൊന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ അപ്പുറത്തുള്ള കളിക്കുന്ന സ്ഥലത്തുനിന്ന് വായിക്കൊള്ളാത്ത പേരാണ് ഗീസ്, എനിക്ക് ഓർമ്മയില്ല. അവിടെ വന്നപ്പോൾ ടിക്കറ്റിന് 2000 രൂപ. കഴിക്കാനും അങ്ങോട്ട് പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ വയറൊക്കെ ഒന്ന് കാലിയായി. അപ്പം ഞാൻ എന്നും പോലെ KFC, എൻ്റെ ഫേവറേറ്റാണ് KFC, ഉമ്മ ബിരിയാണി, കുഞ്ഞാക്ക് ഇഡലി, നെയ്ഹാക്ക് ഇഡലി, അങ്ങനെ എല്ലാം അവിടെ വാങ്ങിച്ച്. എന്നിട്ട് നമ്മൾ ചിക്കിങ് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ചിക്കിങ്ങിൽ പോയി നമ്മൾ ചോദിച്ച് ബലൂൺ വാങ്ങിച്ചുകൊണ്ട് വന്നു. അയ്യോ, അതൊരു അബദ്ധമായിരുന്നു. ഇവിടെ നിന്ന് ബലൂൺ വാങ്ങിക്കാൻ പെട്ട പാട് ഞമ്മക്കറിയാം. പിന്നെ തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ്, പോകാൻ സമയമായതുകൊണ്ട്. MOT വരിക, കഴിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുക, നേരെ വീട്ടിൽ പോവുക. അത് തന്നെയാണ് എന്നും പരിപാടി കേസ്. പിന്നെ ഈസി ബൈയിൽ കയറിയായിരുന്നു. അവിടെ നിന്ന് ഞാൻ പിന്നെ കരഞ്ഞ് കാല് പിടിച്ച് 5-6 ടീഷർട്ടൊക്കെ എടുത്ത്, 5-6 2 കേസ് ഇവിടെ കണ്ട കൈ ഇട്ടിട്ട് കുടഞ്ഞ് കളിക്കുന്നു. എന്തിനാണെന്നോ ഞാൻ അതിൻ്റെ അകത്ത് കൈ ഇട്ടത്. പിന്നെ കേസ് നിങ്ങളിങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇടയ്ക്ക് ഔട്ടിങ്ങിനൊക്കെ പോകാൻ നോക്കണം കേട്ടോ. സൂപ്പറാണ്. നമ്മൾ ചുമ്മാ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. നിങ്ങൾ ആരും ഒന്നും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.